ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസ്ക് അസസ്മെൻറ്റിനെ പറ്റി. അപ്പോൾ ഇതിന് മുമ്പ് എന്തുണ്ട്, നമ്മൾ നേരത്തെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്. ഓക്കെ, നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നോ അതെല്ലാം കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്. ഇവിടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് എന്ന് പറയുമ്പോൾ CB എന്ന് നിങ്ങൾ ഓർക്കണം. ഓക്കെ, CB ഫോർ കമ്മ്യൂണിറ്റി ബേസ്ഡ്. അറിയാലോ, മിസ് എഴുതണ്ടല്ലോ. മിസ്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. CB അതായത് കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസ്ക് അസസ്മെൻ്റ് ആണ്. ഇതിൽ ടൂൾസ് എന്തൊക്കെയാണ് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ പ്രൊഫൈലിംഗ്, റിസ്ക് മാപ്പിംഗ്, സീസണൽ കലണ്ടർ, ട്രാൻസാക്ട് വാക്ക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അനാലിസിസ്. VALK എന്നാട്ടോ, വാക്ക്. ദെൻ ട്രാൻസാക്ട് വാക്ക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അനാലിസിസ് ആൻഡ് ഡിസാസ്റ്റർ റാങ്കിങ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് എന്താണ് ഹിസ്റ്റോറിക്കൽ മാപ്പിംഗ്, എങ്ങനെയാണ് ഇതിലേക്ക് ആയി വരുന്നത് നോക്കാം. ഹിസ്റ്റോറിക്കൽ മാപ്പിംഗ് എങ്ങനെയാണ് ആയി വരുന്നത്? നമുക്ക് ഹിസ്റ്റോറിക്കൽ മാപ്പിംഗ് എന്താണായിട്ട് വരുന്നത്, എന്താണ് സംഭവം നോക്കാം. ഓക്കെ, അതായത് റിസ്ക് അസസ്മെൻറ്റ് ടൂൾസ് ആർ യൂസ്ഡ് ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം കമ്മ്യൂണിറ്റി അബൌട്ട് ദ എക്സസ് റിസ്ക് സ്റ്റാറ്റസ് ഓഫ് വില്ലേജ്. ആ വില്ലേജിലുള്ള ഒരു വില്ലേജ്, എക്സാമ്പിൾ ഒരു വില്ലേജ് എടുക്കുകയാണ്, ആ വില്ലേജിൽ അവരെടുക്കുന്ന റിസ്ക് അസസ്മെൻറ്റിനെ എങ്ങനെ അസസ്മെൻറ്റിൽ യൂസ്ഡ് ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം കമ്മ്യൂണിറ്റി അബൌട്ട് എക്സിസ്റ്റിംഗ് റിസ്ക്. കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇൻഫർമേഷൻ ഡാറ്റാസ് കളക്ട് ചെയ്യുക. എത്രത്തോളം റിസ്ക് ഇവരെടുക്കും, എത്രത്തോളം റിസ്ക് അവൈലബിൾ എടുക്കും ഇവർ, ഇനി വരുന്ന പ്രശ്നത്തിൽ ഇവരെങ്ങനെ അതിജീവിക്കും, അത് എത്രത്തോളം അഫക്റ്റ് ചെയ്യും, എങ്ങനെ നേരിടും എന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് എന്ത് റിസ്ക് അസസ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, ഫോർ സച്ച് ആൻ അസസ്മെൻറ്റ് ഇസ് നോട്ട് necessary to have particular technical exercise and needed only the local knowledge of community. ഇത് ടെക്നിക്കലി ഇവരിൽ പ്രയോഗിക്കല്ല വേണ്ടത്, ഇവരെ നോളജ് കപ്പാസിറ്റി നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. This approach helped to conduct the baseline or survey the village, which would help in the resolving conflict resolution through more interaction. The following are the participatory risk assessment PD. അതായത് പാർട്ടിസിപ്പേറ്ററി റിസ്ക് അസസ്മെൻറ്റ് ടൂൾസ്. നമ്മൾ ഈ പാർട്ടിസിപ്പേറ്ററി എന്തൊക്കെ ഇതിലേക്ക് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പങ്കെടുക്കുക, ഈ റിസ്ക് അസസ്മെൻറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ടൂൾസാണ് ഏതൊക്കെ? ഹിസ്റ്റോറിക്കൽ പ്രൊഫൈലിങ്ങും റിസ്ക് മാപ്പിങ്ങും സീസണൽ കലണ്ടറും ട്രാൻസാക്റ്റും ഇൻസ്റ്റിറ്റ്യൂഷൻ അനാലിസിസും ഡിസാസ്റ്റർ റാങ്കിങ്ങും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ മാപ്പിംഗ്. എന്താണ് ഹിസ്റ്റോറിക്കൽ മാപ്പിംഗ്? എങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ മാപ്പിംഗ്, ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയനെ പറ്റി മാപ്പ് ചെയ്ത് ഹിസ്റ്റോറിക്കലി മാപ്പ് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ പണ്ട് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു, എന്തൊക്കെ അവർ അതിജീവിച്ചു, ജോഗ്രഫിക്കലായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ടാണ് ആ ഒരു ഏരിയയിലുള്ള ജനങ്ങൾ ഓവർകം ചെയ്താണ് വന്നത് എന്നുള്ളത്. നെക്സ്റ്റ് റിസ്ക് മാപ്പിംഗ്, റിസ്ക് എടുക്കുക അല്ലേ, എത്രത്തോളം റിസ്ക് അവരെങ്ങനെ അതിജീവിച്ച്, എന്ത് റിസ്ക്കാണ് അവർ ഏറ്റെടുത്തത്. സീസണൽ കലണ്ടർ അല്ലേ, എന്ത് ചെയ്യാം, ഓരോ സീസണിലും മഴ, പിന്നെ മഴക്കാലത്തൊക്കെ അതിനൊക്കെ ഒരു കലണ്ടറിൽ എന്താ മീൻസ് മഴക്കാലം എങ്ങനെ അതിജീവിക്കണം, വേനൽക്കാലം വെള്ളം കിട്ടുന്ന രീതിയിൽ, അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ് കണ്ടീഷനെ പറ്റി ഒരു ബോധവാന്മാരാകുന്നതാണ് ട്രാൻസാക്ട് വാക്ക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അനാലിസിസ്. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് മീൻസ്? സെക്കൻഡ്ലി, ഫസ്റ്റ് ഈസ് CBDM institutional framework help to having clarity to the nature and forms of institution that exist the ground of level. ക്ലാരിറ്റി ഓഫ് നേച്ചർ, ആ ഒരു പ്രകൃതിയെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വേണം. നെക്സ്റ്റ് സെക്കൻഡ്ലി, ഇറ്റ് ക്രിയേറ്റ്സ് ലിങ്കേജ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹെൽപ്പ് ബെറ്റർ കോർഡിനേഷൻ ആൻഡ് ആക്ഷൻ. കമ്മ്യൂണിറ്റിയും ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ പവർ വേണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. നെക്സ്റ്റ് thirdly, the framework would be help to government to civil society facilitate for functioning community organization. ആ ഗവൺമെൻറ്റിന് എന്ത് വേണം, ഗവൺമെൻറ്റിന് ആരുടെ ഹെൽപ്പ് വേണം, കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പ് വേണം എന്തിന് മുന്നോട്ട് പോകണമെങ്കിൽ. ആൻഡ് ഫൈനലി, the framework serve to mechanism monitor of evaluate the functioning community based institution process. അതായത് എങ്ങനെയൊക്കെ അവർ മുന്നോട്ട് പോകണമെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ടെക്നിക്കലി ഹെൽപ്പും മെൻ്റലി ഹെൽപ്പും നോളജ് ആയിട്ടുള്ള ഹെൽപ്പും എല്ലാം ആ ഒരു ഇൻഡിജീനിയസ് പീപ്പിൾസിൽ, തദ്ദേശീയരായ ജനങ്ങളിൽ നിന്നും ഗവൺമെൻറ്റിന് സപ്പോർട്ടായിട്ട് കിട്ടണം.
The NDMA CBI guidelines also enumerated the principles of community-based disaster management institutional framework. The institutional framework most consider the local communities activities actors rather than positive victims. The community should be considered the center of all disaster management activities, right from planning, disaster response, disaster meditation. Okay, the needs of different communities, people belong to different social group, and women, elderly and other they are greater risk. അതായത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ കമ്മ്യൂണിറ്റി തന്നെ ഡിവൈഡ് ചെയ്ത് വേറെ വിഭാഗത്തിലേക്ക് തന്നെ പോകും. Then should be analyze the local risk patterns of trends. Disaster is not an isolated event. Disaster not an isolated, അത് ഒരു സ്ഥലത്ത് മാത്രമുള്ള സാധനമൊന്നുമല്ല. ഈ ഡിസാസ്റ്റർ എവിടെയും എപ്പോഴും സംഭവിക്കാം. നാച്ചുറൽ ഓരോ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ പ്രകാരം അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ പ്രകാരം ഡിസാസ്റ്റർ എപ്പോഴും എവിടെയും സംഭവിക്കാം. In institutional framework has to work the coordination with external supportive and facilitative institution without losing autonomy and the sole function of spirit of കൊളാബറേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ ഒരു എന്താ പറയുക മെൻ്റൽ കപ്പാസിറ്റിയോട് കൂടി മുന്നോട്ട് പോയി എന്ത് വന്നാലും തരണം ചെയ്യാനും മുൻകരുതൽ എടുക്കാനും ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടി കോർഡിനേഷൻ ചെയ്യാനെല്ലാം എന്ത് ചെയ്യുക കമ്മ്യൂണിറ്റി അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. എന്താണ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി? മുനിസിപ്പാലിറ്റി, അർബൻ മുനിസിപ്പാലിറ്റി, ഇതിൽ ഇമ്പോർട്ടൻസ് ആണ് മുനിസിപ്പാലിറ്റി. അർബൻ ആൻഡ് ലോക്കൽ ബോഡി. ലൈൻ ഡിപ്പാർട്ട്മെന്റ്സ്. ഡിസ്ട്രിക്റ്റ്, പഞ്ചായത്ത്, വില്ലേജ്, NGO, CBO. ഇത്രയും ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഒരു ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ അത് ഡിസ്ട്രിക്ട് ലെവൽ മീൻസ് ജില്ലാ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ മുനിസിപ്പാലിറ്റി വരും. മുനിസിപ്പാലിറ്റി നമുക്കറിയാലേ, കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അറിയാം. അർബൻ ആൻഡ് ലോക്കൽ ബോഡീസിലെ അതായത് പട്ടണത്തിലെ ജനങ്ങളും ലോക്കലിലെ ജനങ്ങളും ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സും ഡിസ്ട്രിക്റ്റ് പിന്നെ പഞ്ചായത്ത് ബേസിലും ആൻഡ് വില്ലേജ് പഞ്ചായത്ത് ഇതൊക്കെ ലോക്കൽ ബോഡീസാണ്. അതായത് ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്ന അതോറിറ്റീസാണ് ഇതെല്ലാം അല്ലേ. ഇത്രയും ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്താണ്? CBDM പ്ലാൻ ഈസ് പ്രീ ഡിസാസ്റ്റർ ഫേസ്. എന്താണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്? ദ പ്ലാനിങ് പ്രോസസ് ഇൻ ദ പ്രീ ഡിസാസ്റ്റർ ഫേസ് ക്യാൻ കവർ ദ ഫോളോയിങ്. എന്താണ് പ്രീ ഡിസാസ്റ്റർ ഫേസ്? എന്താണ് ഡിസാസ്റ്ററിൻ്റെ മുൻപ് നമ്മൾ എങ്ങനെയൊക്കെ മുൻകരുതൽ എടുക്കാം എന്നാണ് എന്തിൽ പറയുന്നത്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ. ഫസ്റ്റ്, കമ്മ്യൂണിറ്റി ഓറിയൻറ്റേഷൻ, സ്റ്റോക്ക് ടേക്കിംഗ് റിസോഴ്സസ്, റിസ്ക് ആൻഡ് വൾനറബിലിറ്റി അസസ്മെൻറ്റ്, ഫോർമുലേഷൻ ഓഫ് പ്രിപ്പയർഡ്നെസ് പ്ലാൻ ആൻഡ് ഡ്യൂറിങ് ഡിസാസ്റ്റർ എങ്ങനെ ഓർഗനൈസിങ് സെർച്ച് ആൻഡ് പ്രൊവൈഡിങ് ഷെൽട്ടർ ടു പീപ്പിൾ ഓഫ് ലൈഫ് സ്റ്റോക്ക്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? പ്രൊവൈഡിങ് ടു ഷെൽട്ടർ. എന്ത് കൊടുക്കുക? ജനങ്ങൾക്ക് ഷെൽട്ടർ അനുവദിച്ച് കൊടുക്കുക അല്ലേ. പ്രൊവൈഡിങ് ഷെൽട്ടർ ടു പീപ്പിൾ ടു ലൈഫ് സ്റ്റോക്ക്, അവർക്ക് ജീവിക്കാനുള്ള ഷെൽട്ടർ അനുവദിച്ച് കൊടുക്കുക.